സ്തോത്രം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. നമ്മളെ ദൈവം ആയിരുന്നിടത്ത് പരിപാലിച്ചു, ചേർത്തോടെ നടത്തി, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തിയ ദൈവത്തിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. എൻ്റെ ഉള്ള അറിവ് അനുസരിച്ചാണ് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിന്ന് പറയാൻ പോകുന്നത് 107 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ആർക്കാണ് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടുന്നത്? യഹോവയ്ക്ക്. എന്തുകൊണ്ടാണ്? അവൻ നല്ലവനാണ്, ദയ എന്നേക്കും ഉള്ളതുകൊണ്ടാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടത്. പിന്നീട് രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത്, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമി ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. അപ്പം ഇത് ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് ദൈവം തമ്പുരാൻ അവരെ വിടുവിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ദൈവം വിടുവിച്ചത്. അവിടെ അതുപോലെ പ്രയാസപ്പെടുന്ന ആ സമയത്താണ് ദൈവം അവരെ വിടുവിച്ചത്. അവരെ വിടുവിച്ച് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതാണ് കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഭൂമിയുടെ അതിർത്തികൾ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ദേശങ്ങളിൽ നാനാ രീതിയിലുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അതാണ് പറയുന്നത്. അവർ മരുഭൂമി ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ പ്രാണൻ ഉള്ളിൽ തളർന്നു. ഇതും ഇസ്രായേൽ മക്കളെ ഉണ്ട്, അല്ലാതെ മനുഷ്യരെ ഓർത്തും ഒക്കെ പല രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. മനുഷ്യരും ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പാർപ്പിടത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിവിധ അതായത് അതുമെല്ലാം ഇതിനകത്തൂടെ വരുന്ന കാര്യങ്ങളുമാണ്. ഈ ഇസ്രായേൽ മക്കളുടെ കാര്യവും ഇതിനകത്ത് വരുന്നുണ്ട്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ നമ്മുടെ കഷ്ടതയിൽ ആരോട് നമ്മൾ നിലവിളിക്കണം? യഹോവയോട് നിലവിളിക്കണം. അവൻ അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ നമ്മളെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട്, സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലണം. അവൻ അവരെ ചൊവ്വയുള്ള വഴി നടത്തി. അപ്പോൾ നമ്മൾ ചൊവ്വയുള്ള വഴി നടത്തുന്നത് ആരാണ്? ദൈവമാണ്. യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യഹോവ നമുക്ക് ചെയ്തു തന്ന നന്മകളെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും നമ്മൾ യഹോവയെ സ്തുതിക്കണം. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു. കണ്ടോ, ഈ ആത്മീയമായിട്ടുള്ള ആർത്തി വേണം നമുക്ക്. അതങ്ങനെയുള്ളവരെ ദൈവം തൃപ്തി വരുത്തും. വിശപ്പുള്ളവൻ നന്മ കൊണ്ട് നിറയ്ക്കും. ആത്മീയമായി ഒരു വിശപ്പ്, ഒരു ദാഹം ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിന് തൃപ്തി വരുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ തൃപ്തി വരുത്താനായിട്ട് ആർക്ക് സാധിച്ചു? ദൈവത്തിന് സാധിച്ചു. നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഇസ്രായേൽ മക്കൾ. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. നമ്മൾ സ്വന്തം ആൾക്കാരാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. നമ്മളെ തൃപ്തി വരുത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ആത്മീയതയിലും ഭൗതികതയിലും അരിഷ്ടതയാലും ഇരുമ്പ് അങ്ങനെയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണ് സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ആരോട് നിലവിളിച്ചു? യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് കണ്ടോ, ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതാമസം പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അവൻ യഹോവയെ നന്മയെ ചൊല്ലി കണ്ടു. ഇതുകൊണ്ട് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇവിടെ. താമ്രക്കഥകളെ തകർത്തു, ഇരുമ്പോടെ ആമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. പൗലോസും ശീലാസും അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങലകളെല്ലാം മാറി അവർ വിടുതലിൻ്റെ പ്രാപിക്കുകയായിരുന്നു ചെയ്തത്. പോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ
ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി അവർ മരണവാതിലോട് സമ്മതിച്ചു. ചിലർ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും, ഭക്ഷണം വേണ്ട നമുക്ക്. പക്ഷേ ആർത്തിയുള്ളവന് ഭക്ഷണം കൊടുക്കുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ഇതെൻ്റെ ശരീരത്തിൽ പിടിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് കഴിച്ചു നോക്കിക്കേ. പ്രാർത്ഥിച്ചിട്ട് കഴിച്ചു നോക്കി ഇച്ചിരി കഞ്ഞി അതിനകത്ത് ഇച്ചിരി തോരനും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ചിലപ്പം ഇച്ചിരി ഉപ്പും കൂടെ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ പിന്നെ ചിലർ ഈ കഞ്ഞിക്കകത്ത് ഇച്ചിരി തൈരും അങ്ങോട്ടൊക്കെ ഇട്ട് കഴിക്കാമെങ്കിൽ വയറിന് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഇത് കഴിച്ചാലും ചോറും ഇറച്ചിയും മീനും കൂടെ കഴിച്ചാലും ചിലർക്ക് ഒരു തൃപ്തിയും വരത്തില്ല, വിശപ്പും വരത്തില്ല. പക്ഷേ വിശപ്പുള്ളവന് തൃപ്തി വരുത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ കഞ്ഞിയും പയറും കഴിച്ചാലും അത് വിശപ്പുള്ളവൻ അത് കഴിക്കും, അങ്ങനെ ഒരു സന്തോഷമാണ്. അതേസമയം മറ്റ് ആഹാരം കഴിച്ചാലും അതിനൊരു തൃപ്തിയും വരത്തില്ല. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. കഞ്ഞി തരുന്നത്, എല്ലാ ആഹാരങ്ങളെല്ലാം തരുന്നത് ദൈവമാണ്. എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് കഴിക്കുക, ആ വിശപ്പ് മാറുക ചെയ്യുന്നത്. പറഞ്ഞാൽ ആത്മീയ വിശപ്പ് നമുക്ക് ധാരാളമായിട്ടുണ്ടായിരിക്കണം. ആത്മീയ വിശപ്പ്, ആത്മീയ വിശപ്പ് ഉണ്ടായെങ്കിൽ നമ്മൾ ഈ ബൈബിൾ വായിക്കത്തുള്ളൂ, പ്രാർത്ഥിക്കത്തുള്ളൂ, ദൈവസന്നിധി പോകത്തുള്ളൂ. ആത്മീയമായിട്ട് തീഷ്ണത ഉണ്ടായിരിക്കണം എനിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതി കെട്ടവരൊക്കെ വായ് പൊത്തും, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഉണ്ടോ? യഹോവയുടെ കൃപകൾ, യഹോവയുടെ കരുണകൾ, ഇതെല്ലാം അതായത് അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി അവൻ്റെ ആട്ടിൻകൂട്ടം പോലെയാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നിനകത്ത് ഏറ്റവും അവസാനം നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. ജ്ഞാനത്താൻ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നമ്മുടെ തൃപ്തി വരുത്തുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നന്മകൾ യഹോവ ചെയ്ത നന്മകളെ ചൊല്ലി നമ്മൾ ആർക്ക് നന്ദി കരയറ്റണം? ദൈവത്തിന് നന്ദി കരയറ്റണം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്വന്തം മക്കളാണ് നമ്മൾ. അത് ആത്മീയദാഹവും എല്ലാം നമുക്കുണ്ടായിരിക്കണം. ആത്മീയദാഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കർത്താവിൻ്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കർത്താപ്പച്ചൻ വിടുവിച്ചത് എന്തിനു വേണ്ടിയിട്ട്? ആത്മീയദാഹം അവർക്കുണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് അവരെ വിടുവിച്ചെടുത്തത്. അവരെ വിടുവിച്ചെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ അവരെ കൊണ്ടുപോകണം. നമ്മളെ വിടുവിച്ചെടുത്ത് കർത്താവിൻ്റെ രാജ്യത്ത് കർത്താവിന് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ആത്മീയദാഹം നമുക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് തരണം, അത് നമുക്ക് തന്നോളും. നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ജയത്തോടെ നടത്തും. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് ഒരുപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എൻ്റെ ഉള്ള അറിവനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.